മലയാളികളുടെ ഏറെക്കാലമായുള്ള കാത്തിരിപ്പിന് അങ്ങനെ അറുതിയാകുകയാണ്. എറണാകുളം ബംഗളൂരു റൂട്ടിൽ വന്ദേഭാരത് എക്സ്പ്രസ് ഈ മാസം 31 മുതൽ സ്പെഷ്യൽ സർവീസ് ആരംഭിക്കും. കേരളത്തിലെ യാത്രക്കാരുടെ ഏറെക്കാലമായുള്ള ആവശ്യമാണ് ഇപ്പോൾ സാക്ഷാത്കരിക്കുന്നത്. കേരളത്തിൽ നിന്നും ഏറ്റവുമധികം ആളുകൾ പഠനത്തിനായും ജോലിക്കായും ബിസിനസ് സംബന്ധമായും യാത്ര ചെയ്യുന്ന ഇന്ത്യൻ നഗരമാണ് ബംഗളൂരു. അതുകൊണ്ട് തന്നെ പുതിയ വന്ദേഭാരത് സർവീസ് ഇവർക്കെല്ലാം വലിയൊരു അനുഗ്രഹമാകും. ട്രെയിൻ യാത്രക്കാരുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്ന എറണാകുളം ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് ആദ്യഘട്ടത്തിൽ സ്പെഷ്യൽ സർവീസായാണ് ആരംഭിക്കുന്നത്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബംഗളൂരു കൻ്റോൺമെൻറ്റ് സ്റ്റേഷനിലേക്കും തിരികെയുമാണ് കേരളത്തിൻ്റെ 3ാം വന്ദേഭാരത് സർവീസ് നടത്തുക. ആഴ്ചയിൽ 3 വീതം ദിവസമാണ് സർവീസ്. എറണാകുളത്തു നിന്നുള്ള ആദ്യ സർവീസ് 31-ന് തുടങ്ങും. തിരികെയുള്ള സർവീസ് ഓഗസ്റ്റ് 1-ന് ആരംഭിക്കും. എറണാകുളത്ത് നിന്നും ബുധൻ, വെള്ളി, ഞായർ ദിവസങ്ങളിലും ബംഗളൂരുവിൽ നിന്നും വ്യാഴം, ശനി, തിങ്കൾ ദിവസങ്ങളിലുമായിരിക്കും സർവീസ്. എറണാകുളത്ത് നിന്നും ബംഗളൂരുവിലേക്കുള്ള സ്പെഷ്യൽ സർവീസ് ഓഗസ്റ്റ് 25 വരെയാണ്. ബംഗളൂരുവിൽ നിന്നും എറണാകുളത്തേക്കുള്ള അവസാന സ്പെഷ്യൽ സർവീസ് ഓഗസ്റ്റ് 26 വരെയും. എറണാകുളത്ത് നിന്നും ഉച്ചയ്ക്ക് 12:50-നാണ് സ്പെഷ്യൽ വന്ദേഭാരത് ട്രെയിൻ യാത്ര ആരംഭിക്കുക. രാത്രി 10 മണിക്ക് ബംഗളൂരുവിലെത്തും. ബംഗളൂരുവിൽ നിന്നും രാവിലെ 5:30-ന് തിരിച്ച് ഉച്ചയ്ക്ക് 2:20-ന് എറണാകുളത്തെത്തും. തൃശ്ശൂർ, പാലക്കാട്, പോത്തന്നൂർ, തിരുപ്പൂർ, ഈറോഡ്, സേലം എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പുകൾ. 8 കോച്ചുള്ള റേക്കാണ് സ്പെഷ്യൽ ട്രെയിനായി ഓടിക്കുന്നത്. ചൊവ്വാഴ്ചകളിൽ എറണാകുളം ജംഗ്ഷനിലാകും ട്രെയിനിൻ്റെ അറ്റകുറ്റപ്പണികൾ. യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്താണ് സ്പെഷ്യൽ സർവീസായി ട്രെയിൻ ഓടിക്കുന്നതെന്ന് ദക്ഷിണ റെയിൽവേ അധികൃതർ അറിയിച്ചു. കേരളത്തിൽ നിന്നുള്ള തിരക്കേറെയുള്ള ബംഗളൂരുവിലേക്കുള്ള വന്ദേഭാരത് ഏറെ നാളത്തെ ആവശ്യമായിരുന്നു. 2 വട്ടം വന്ദേഭാരത് ട്രെയിൻ കേരളത്തിലേക്ക് കൊണ്ടുവന്നെങ്കിലും കർണാടകയിലേക്ക് തിരികെ കൊണ്ടുപോവുകയായിരുന്നു. ഇതിൽ പ്രതിഷേധവും ശക്തമായിരുന്നു.